സ്റ്റോപ്പായിപ്പോയി നമ്മുടെ. കുഴപ്പമില്ല. നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ വേറെ എന്താ അൺഡിഫൈൻഡ് സെയിം ഇഷ്യൂ തന്നെയല്ലേ ഇത്? ഷീറ്റ് റോ ടു ഈച്ച് റോ. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഷീറ്റിന് എങ്ങനെയാണ് ഗെറ്റ് ചെയ്ത് എടുക്കണേ നോക്കട്ടെ. വേറെ വഴിയുണ്ടോ നോക്കട്ടെ. എക്സലിനകത്ത് ഷീറ്റ് 1 ഇല്ലെന്നാ പറയുന്നത്. ഗെറ്റ് വർക്ക് ഷീറ്റ്, അത് കോഡ് എടുത്താണ്. കോൺസ്റ്റ് ഷീറ്റ് ഈക്വൽ ടു വർക്ക് ബുക്ക് ഡോട്ട് ഷീറ്റ് 1 ഗെറ്റ് വർക്ക് ഷീറ്റ്. അതെന്താ ഷീറ്റ് 1 കിട്ടാത്ത? നമുക്കൊരു കാര്യം ചെയ്യാം. ഷീറ്റ് 1 കണ്ടീഷൻ കൊടുത്ത് നോക്കാം. റീനെയിം അല്ല, നമുക്ക് ഈ ഷീറ്റ് 1 ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊടുക്കാം? ഇതിൻ്റെ സൊല്യൂഷൻ നോക്കട്ടെടാ, എന്താ കൊടുത്തേക്കുന്നതെന്ന്. കൺഫേം ദ ഷീറ്റ് 1 സ്പെല്ലിംഗ് കേസിംഗ് മിസ്മാച്ച്. ഇതെല്ലാം കറക്റ്റ് അല്ലേ? ഈ ഒരു കണ്ടീഷൻ കൊടുത്തേ. ഇതിനകത്ത് ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടില്ലേ? ഇഫ് നോട്ട് ഷീറ്റ് 1, അതായത് ഇതിനകത്ത് കയറുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാനാ ആ ഒരു കണ്ടീഷൻ കൊടുത്തേടാ. ഓക്കെ, അതൊറ്റ ലൈനാണ്. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് അതൊറ്റ ലൈനായിട്ട് കൊടുത്തേക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. റൺ ചെയ്ത് ഓക്കെ. ഷീറ്റ് കിട്ടുന്നില്ല, അതാണ് ഇഷ്യൂ. അപ്പം അതെന്താ നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഇത് മൊത്തത്തിൽ ബ്രൗസ് ചെയ്ത് നോക്കാം ഞാൻ. നമ്മുടെ കോഡ് എടുത്തേണം. നമ്മുടെ കോഡ് എടുത്ത് ഒരു കാര്യം ചെയ്യോ, ഈ കോൺസ്റ്റ് ഷീറ്റ് അത് കമൻറ്റ് ചെയ്തിട്ട് ഇഫ് കണ്ടീഷൻ കമൻറ്റ് ചെയ്തോ. അതിന് നമുക്ക് ആവശ്യമില്ല, നമുക്കത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ട്രൈ കൊടുത്തു മാത്രം. അത് കമൻറ്റ് ചെയ്ത് ഇനി കോൺസ്റ്റ് ഷീറ്റ് അതും കമൻറ്റ് ചെയ്ത് എന്നിട്ട് ആദ്യം തൊട്ട് ഒന്ന് അടിച്ചു നോക്കാം നമുക്ക്. അതായത് ഈ വർക്ക് ഷീറ്റ് എന്ന് പറയും, താഴെ വന്നിട്ട് ആദ്യം തൊട്ട് കൊടുത്തേ കോൺസ്റ്റ് വർക്ക് ഷീറ്റ് ഈക്വൽ ടു ഷീറ്റ്, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, എന്നാലും വർക്ക് ഷീറ്റ് എന്ന് തന്നെ കൊടുക്കാം. വർക്ക് ഷീറ്റ് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുക്കുക, വർക്ക് ബുക്ക് ഡോട്ട് അതിനകത്തുനിന്ന് എടുക്കുക ഗെറ്റ് വർക്ക് ഷീറ്റ്. അതെ, അതിനകത്തുനിന്ന് ആ ഗെറ്റ് വർക്ക് ഷീറ്റ്, എന്നിട്ട് ബ്രേസസിനകത്ത് ഷീറ്റ് 1. ഓക്കെ, ഇനി ഈ ഷീറ്റൊക്കെ മാറ്റിയിട്ട് വർക്ക് ഷീറ്റ് ആക്കിയേ. ഷീറ്റ് ഡോട്ട് എന്നുള്ളതിന് പകരം വർക്ക് ഷീറ്റ് ഡോട്ട് ഈച്ച് റോ ആക്കിയേ. അതെ, അവിടെ മാത്രം, അവിടെ അവിടെ. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത്. ഓക്കെ, സെയിം ഇഷ്യൂ, ഈച്ച് റോയിനെ കിട്ടുന്നില്ല. ഈ ഈച്ച് റോ ഫംഗ്ഷനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഇനി ഈച്ച് റോ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ടെ, അതായത് വർക്ക് ഷീറ്റ് ഡോട്ട് ഈച്ച് റോ എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ലൈൻ കമൻറ്റ് ചെയ്തിട്ടോ. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടെ അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വർക്ക് ഷീറ്റ് ഡോട്ട്. ഓക്കെ, അത് വർക്ക് ഷീറ്റ് ഡോട്ട് ഈച്ച് റോ. ഓക്കെ, അതിൽ നിന്ന് സെലക്ട് ചെയ്തേണം. ഓക്കെ, എന്നിട്ടൊരു ബ്രേസസ് ഇട്ട് അതിനകത്തൊരു ബ്രേസസും കൂടെ ഇട്ട്
ഒരു ബ്രേസസും കൂടെ കോൾ ബാക്ക് ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് എന്തായിരുന്നു? റോ റോ നമ്പർ, റോ നമ്പർ. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതെന്തായിരുന്നു ഇഷ്യൂ? ഇത് അതിൻ്റെ ഉള്ളിലല്ലേ വരണ്ടേ, അതായത് ആ ഒരു ബ്രേസസ് കളഞ്ഞ എക്സ്ട്രാ ഒരു ബ്രേസസ് ആയിരുന്നു അവിടെ നിന്ന് കളഞ്ഞാൽ മതി. ഉള്ളിൽ നിന്ന് അതല്ല, അത് തന്നെ, അത് കളഞ്ഞ്. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് ഇതൊന്ന് റീനെയിം ചെയ്ത് വെക്കാലോ ഈ ഷീറ്റ് വന്നു. റീനെയിം ചെയ്ത് നോക്കിയ എന്നാലും അതിനൊക്കെ കേറുന്നില്ലടാ, ഷീറ്റിനകത്തേക്ക് കേറുന്നില്ല. അത് കോപ്പി ചെയ്തിട്ട് അത് തന്നെ ഇടും. റീഡ് പ്രോപ്പർട്ടീസ്, ഇപ്പൊ കനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് ഈച്ച് റോ, സെയിം തന്നെ. റീഡ് എക്സൽ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുത്തു, അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിനകത്തേക്ക് കയറിയിട്ട് ഷീറ്റിനെ കിട്ടാത്ത വർക്ക് ഷീറ്റ്, വർക്ക് ബുക്ക് ഡോട്ട് വർക്ക് ഷീറ്റ്, അവൈറ്റ് അവിടെ കൊടുക്കണം. ജസ്റ്റ് ഒരു അവൈറ്റ് ഇട്ടേടാ ഗെറ്റ് വർക്ക് ഷീറ്റിന്റെ ഫ്രണ്ടിൽ. ആവശ്യമില്ല, വർക്ക് അവിടെ തന്നെ ആവശ്യമില്ല, വേണ്ടടാ, അത് ആവശ്യമില്ല. വർക്ക് ഷീറ്റിന്റെ ഫ്രണ്ടിലിട്ട് വർക്ക് ഷീറ്റ് ഡോട്ട് ടീച്ചറോ, അതിൻ്റെ ആവശ്യമില്ല, മെത്തേഡ് അല്ലേ, ഫങ്ഷൻ അല്ലല്ലോ. നോയ്സ് ഉണ്ടോടാ? റൂമിനകത്തിരിക്കുമ്പോഴേ നെറ്റ് കിട്ടുന്നില്ല, ഞാൻ പുറത്ത് വന്നിരിക്കണം. വേറെ എക്സ്ട്രാ നോയ്സ് വല്ലതും കേൾക്കുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഇനി നോക്കട്ടെ. ഈ മൊത്തം കോഡ് എനിക്ക് അയച്ചേ, ഞാൻ ബ്രൗസ് ചെയ്ത് നോക്കട്ടെ. ചാറ്റിനകത്തിട്ട് അപ്പോഴും സെയിം വിഷയം വരുന്ന. നോക്കാം, നമുക്കിത് നോക്കാം. ആരുടെ ഇഷ്യൂ കൂടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നോക്കാം. സോൾവ് ആയി വിനിഷ. എനിക്ക് ഡൗട്ട് ഉള്ളതൊന്നുമല്ല, ഞാൻ രണ്ട് രീതിയിൽ നോക്കി. ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെയും ഉണ്ടെങ്കിലും അത് വർക്ക് ആവുന്നുണ്ട്. വർക്ക് ആവും. അത് ആരോൺ രണ്ട് രീതിയിലും കൊടുത്തു എന്ന് പറഞ്ഞതല്ല, കൊടുത്തു നോക്കി. ഇതെന്താണെന്നറിയോ, നമ്മൾ കോൺസ്റ്റും ഇമ്പോർട്ടും ഇത് രണ്ടും സെയിമാ. കോൺസ്റ്റ് വർക്ക് ബുക്ക് ഈക്വൽ ടു EXL എന്ന് കൊടുത്തേക്കുന്നതും ഫസ്റ്റ് ലൈനിൽ കൊടുത്തേക്കുന്ന ഇമ്പോർട്ട് EXL JS ഫ്രം EXL JS എന്ന് കൊടുത്തേക്കുന്നതും രണ്ടും സെയിമാ. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ യൂസ് ചെയ്താൽ മതി, രണ്ടും സെയിമാ. അതായത് EXL JSനെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നു, അത്രേ ഉള്ളൂ. ശരി ശരി, ഓക്കെ. ഇനി ശ്രീജ്യോതി തന്നെ ഷെയർ ചെയ്തോ. ഇതിനകത്ത് നോക്കട്ടെ, ഒരു മിനിറ്റ് നോക്കട്ടെ. വർക്ക് ഷീറ്റ് സെയിം അല്ലേ, ഫംഗ്ഷൻ അസിങ് ഫംഗ്ഷൻ കൊടുത്തു, EXL ടെസ്റ്റ് കൊടുത്തു, അതിനെ വിളിച്ചു. 15th ലൈനിൽ EXL ടെസ്റ്റിനെ വിളിച്ചു. അപ്പോൾ എന്ത് പോവും? കോൺസ്റ്റ് വർക്ക് ബുക്ക് ന്യൂ ഈക്വൽ ടു ന്യൂ EXL JX വർക്ക് ബുക്ക്. ഇങ്ങനെ കൊടുത്തിട്ടില്ലല്ലോടാ. EXL JX ഡോട്ട് വർക്ക് ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ടോ ശ്രീജ്യോതി? ഏത് ലൈനാ? അതായത് കോൺസ്റ്റ് വർക്ക് ബുക്ക് ഈക്വൽ ടു ന്യൂ വർക്ക് ബുക്ക് എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ. ന്യൂ വർക്ക് ബുക്ക് എന്നേ വിളിച്ചിട്ടുള്ളൂ. അതെ, ഇതിനകത്തുനിന്ന് വിളിക്കണ്ടേ, അതിനല്ലേ നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്, EXL JXനെ. സ്റ്റെപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് വർക്ക് ബുക്കിനകത്തൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. അതൊന്ന് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത്
വരുന്നില്ല. ഒന്ന് ഷെയർ ചെയ്തേടാ നോക്കട്ടെ. ആ. EXLJS എന്നുള്ള നെയിമാണ് കൊടുത്തേക്കുന്നത്. ജെ ക്യാപിറ്റൽ തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഈ ഇമ്പോർട്ട് കൊടുത്തേക്കുന്ന EXLJS അത് ജസ്റ്റ് ഒരു ബ്രേസസിനകത്തിട്ട് കിളി ബ്രേസസിനകത്ത് അത് മാത്രം ഒരു കിളി ബ്രേസസിനകത്തിട്ട് അത് കുഴപ്പമില്ല. അത് കൺട്രോൾ സെറ്റ് അടിച്ചോ. JS എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ അല്ലേ, ഇത് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ കൊടുത്തേക്കുന്ന വേരിയബിൾ നെയിം ആ കൊടുത്തേക്കുന്നത്. അതൊന്ന് സ്മോൾ ലെറ്റർ ആക്കി കൊടുത്തേണം. ഇതാണോ? അത് കുഴപ്പമില്ല, അത് നമ്മൾ കൊടുത്തേക്കുന്ന വേരിയബിൾ ആണ്. പിന്നെ എവിടെ JS എന്ത് ചെയ്യാം, സ്മോൾ ലെറ്ററിൽ വിളിക്കാം. ഇവിടെ അല്ലേ? അത് നമ്മൾ എന്താണോ കൊടുത്തേക്കുന്നത് അതിൽ വിളിച്ചാൽ മതി. അത് ക്യാപിറ്റൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തിനാ ഈ ഒരു എക്സലിന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് കാരണമാണോ ഈ എക്സലിന്റെ നേരത്തെ OODT അങ്ങനെ എന്തോ ഒരു എക്സ്റ്റൻഷൻ ആ കിടന്നിരുന്നത്, ഞാൻ അതിനെ XLSX ആക്കി, അങ്ങനെ എന്തെങ്കിലും ഇത് വല്ലതാണോ? ലിബർ ഓഫീസ് കാൽക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്തേ. ഒരു പുതിയ എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഡാറ്റ ഒക്കെ കോപ്പി ചെയ്ത് അതിനകത്ത് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. പുതിയൊരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്തു ഇതിത്തെ ഡാറ്റ കോപ്പി ചെയ്ത് ഇട്ടാലും മതി. സേവ് ചെയ്തേക്ക്. വെഹിക്കിൾ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് കൊടുക്ക്. ഡെമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തേക്ക്. അത് എക്സ്റ്റൻഷൻ എങ്ങനെയാ വന്നേക്കുന്നത് അതിന്റെ? ODS അതൊന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ODS എക്സ്റ്റൻഷൻ എന്താന്ന്. എന്തായിരുന്നു അവിടെ എക്സ്റ്റൻഷൻ? ODS. എടാ അത് സേവ് ചെയ്യുമ്പോൾ തന്നെ
സേവ് ആസ് എന്നിട്ട് അതിനകത്ത് ഉണ്ടാവും സേവ് ആസ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഫോർമാറ്റ് കൊടുക്കുക. ഒന്നുകൂടെ എടുത്ത് സേവ് ആസ് എടുത്ത് എന്നിട്ട് അതിനകത്ത് നിന്ന് ഫോർമാറ്റ് പറഞ്ഞു കൊടുത്ത് ഫോർമാറ്റ് അതിനകത്ത് എവിടെയാ താഴെ ഉണ്ട്, താഴെ കണ്ടോ ഓ സ്പ്രെഡ് അത് കണ്ടോ, ആ താഴെ ഏറ്റവും താഴെ അതൊന്നും എടുത്ത് അതിനകത്ത് XLX ഉണ്ടോ നോക്കിയോ. അതെ 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 XLS ഫോർമാറ്റ് എടുത്താൽ ഓക്കെ. ഇനി ഒന്ന് സേവ് ചെയ്തേ. ഓക്കെ യൂസ് XLS ഫോർമാറ്റ്. ഓക്കെ അത് തന്നെ. ഇനി ഈ ഫയൽ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഫയൽ ഇവിടെ കൊണ്ടുവന്നിട്ടോ, മറ്റേത് ഡിലീറ്റ് ചെയ്തോ, ODS ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫയൽ ഓക്കെ സേവ് ചെയ്തോ. വർക്ക്ഷീറ്റ് ഇതിന്റെ നമ്പർ ഷീറ്റ് 1 എന്ന് കൊടുത്തേക്ക്. സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത്. ഇത് സപ്പോർട്ട് ചെയ്യില്ലേ ഈ ODS, ഇത് മാനുവലി ചേഞ്ച് ചെയ്തതല്ലേ. അതായിരുന്നു ഇഷ്യൂ. കുഴപ്പമില്ല, നമ്മൾ പഠിച്ചില്ലേ, ഒരു ദിവസം എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചു ODS ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ഇനിയിപ്പോൾ എന്താ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, എല്ലാ ഡാറ്റയും ആവശ്യമില്ലാത്തതൊക്കെ മാറ്റിക്കും. നമ്മൾ എല്ലാ ഡാറ്റയും പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റോ നമ്പറും കോളം നമ്പറും നമ്മൾക്ക് എന്ത് ചെയ്യിപ്പിക്കാം, ഇപ്പം പ്രിന്റ് ചെയ്യിപ്പിക്കാം ഓരോന്നിൻ്റെയും. മീൻസ് എനിക്കിപ്പോൾ ഇതിനകത്തുനിന്ന് റോ നമ്പറും കോളം നമ്പറും വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഡാറ്റ വേണമെന്ന് വിചാരിക്കും. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ ഫയൽ എടുത്തേടാം, എക്സൽ ഫയൽ എടുത്തേ. എക്സൽ ഫയലിനകത്തുനിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു വെഹിക്കിള് ഇപ്പം എനിക്ക് അതിനകത്തുനിന്ന് ആദ്യത്തെ സിറ്റി എന്ന് പറയുന്ന വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഹോണ്ട എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്ത് വേണം, റോ നമ്പറും കോളം നമ്പറും വേണമെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട്. നമ്മുടെ കോഡ് എടുത്ത് ഇപ്പം നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തതിന് പകരം എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗിൻ്റെ താഴെ കൊടുത്ത്, അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിടാം, കാരണം റിപ്പീറ്റായി വരുമെന്ന് മാത്രം. അതിന് താഴെ കൊടുക്കുക ഇഫ് കണ്ടീഷൻ കൊടുക്കാൻ പോവാം. എന്താ പറയുക, സെൽ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ട്രിപ്പിൾ ഈക്വൽ ടു കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്യുക ഏതെങ്കിലും വാല്യൂ ആയിട്ട് മാച്ച് ഉണ്ടോ. ഇപ്പോൾ ഏതാണോ വാല്യൂ വേണ്ടത്, ഇപ്പോൾ സിറ്റി ആണെങ്കിൽ സിറ്റിന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ട ഒരു വാല്യൂ പറഞ്ഞെന്ന് മാത്രം. അതെന്ത് ചെയ്യുക, ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക. വാല്യൂൻ്റെ റോ നമ്പറും കോളം നമ്പറും മാത്രം ഗെറ്റ് ചെയ്തെടുക്കാനാണ്, ആ ഒരു വാല്യൂൻ്റെ മാത്രം. ഓക്കെ എന്നിട്ട് ഒരു വാല്യൂ കൊടുക്കുക, സിറ്റിയോ ഏതെങ്കിലും ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. കറക്റ്റ് ആ വാല്യൂ തന്നെ കൊടുക്കുക. അത് അപ്പോൾ ഇത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്താണ്, സെല്ലിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. ആദ്യം എന്താണ്, എല്ലാത്തിനെയും ലൂപ്പ് ചെയ്യുന്ന സമയത്ത് സെൽ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് സിറ്റി ആയിട്ട് വരികയാണെന്ന് വെച്ചാൽ എന്ത് വേണം, എനിക്ക് അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും ഗെറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് റോ നമ്പറും കോളം നമ്പറും ഈച്ച് റോയിലും ഈച്ച് സെല്ലിലും പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കൺസോൾ ഡോട്ട് ലോഗ് എന്ത് ചെയ്യാം, റോ നമ്പർ അവിടെ പാസ് ചെയ്ത് കൊടുത്ത് സെയിം ആറും അത് തന്നെ റോ നമ്പർ, അതുപോലെ തന്നെ കോളം നമ്പർ അവിടെ തന്നെ അടുത്ത ലൈനായിട്ട് കൊടുക്കാം. ഇത് റൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കാണാം. സേവ് ചെയ്താണ് കമന്റ് ചെയ്തേടാ. കൺസോൾ ഡോട്ട് ലോഗ് സെൽ ഡോട്ട് വാല്യൂ കമന്റ് ചെയ്യും, എല്ലാം കൂടെ വരണ്ട. അത് ഇഫ് കമന്റ് ആയിപ്പോയി. ഇനി
ആദ്യം സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് 2 ഓക്കെ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. മീൻസ് അതിന്റെ റോ നമ്പറും കോളം നമ്പറും. അപ്പൊ ഒന്ന് എടുത്ത് നോക്കിയേ 2 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കിട്ടിയോ? ആരോണ്ടും കിട്ടിയോ? കിട്ടി. ഓക്കെ. ബി എന്ന് പറയുന്നതാണ് 1. എ എന്താണ് 1. ആദ്യം കിടക്കുന്നത് ഒരു 0. അത് കഴിഞ്ഞിട്ട് എ മുതലാണ് സ്റ്റാർട്ട് ചെയ്യണേ. A 1 2. ബി എന്ന് പറയുന്നത് സീരിയൽ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് 1 2. എ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് 0 ആണ്. അതായത് ഇത് 0 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ നോക്കുക. എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 2. അപ്പോൾ 2-നകത്താണ്. അത് കഴിഞ്ഞിട്ട് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു എ റോ ഇല്ലേ, ആ റോ കൂട്ടിയിട്ടില്ല, കണ്ടോ? ഒരു എ റോ ഇല്ലേ, ആ എ റോ അല്ല, അത് 0th ഇൻഡെക്സ്. അത് കഴിഞ്ഞ് സീരിയൽ നമ്പറിന് എഴുതിയത് 1, അതിന് ശേഷമുള്ളത് 2. അപ്പോൾ ഇതിൻ്റെ റോയും കോളും മാത്രം നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? പ്രിൻ്റ് ചെയ്ത് കിട്ടി. ഇനി എനിക്ക് ഇപ്പോൾ ഈ റോയിലും ഈ കോളത്തിലുള്ള, അതായത് റോ നമ്പറും കോളം നമ്പറും എനിക്ക് അറിയാം. അപ്പോൾ ഈ റോയിലും ഈ കോളത്തിലുള്ള വാല്യൂ ഇപ്പം കിടക്കുന്നത് സിറ്റിയാണ്. പക്ഷെ എനിക്കത് എന്ത് വേണം? റീപ്ലേസ് ചെയ്യണം. അങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനും ഗെറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂൻ്റെ, അതായത് പെർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂൻ്റെ മാത്രം റോയും കോളും ഗെറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു റോയും കോളവും പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആ റോയിലും കോളത്തിലുമുള്ള വാല്യൂ എനിക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യാം. ഇപ്പം നമ്മൾ 2 ആണ് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ 2 എന്താ ഉള്ളത്? സിറ്റി ആണുള്ളത്. അതെനിക്ക് എന്ത് ചെയ്യണം? വേറൊരു ഇതാക്കണം, വേരിയബിൾ നെയിം, വേറൊരു നെയിം കൊടുക്കണം സിറ്റിക്ക് പകരം. അപ്പം റീപ്ലേസ് ചെയ്യാനാണ് പോണെ. അപ്പം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും സെയിം ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്ത് കൊടുക്കുക? നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കുക? ഗെറ്റ് സെൽ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ആ സെല്ലിനകത്തുള്ള വാല്യൂ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ കോൺസ്റ്റ്. ഓൾറെഡി നമുക്ക് സെൽ മെത്തേഡ് ഒരു മിനിറ്റ് കോൺസ്റ്റ് സെല്ല് ഈക്വൽ ടു സെല്ല് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. അത് ഈഫിനകത്ത് കൊടുക്കണമെന്നുണ്ടോ? ഇഫിനകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ പോരെ. നോക്കട്ടെ അങ്ങനെ തന്നെയല്ലേ. ഇഫിന് പുറത്ത് കൊടുക്കാം നമുക്കത്. ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് റോയും കോളവും കിട്ടും. അതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തേ കോൺസ്റ്റ് സെല്ല് ഈക്വൽ ടു പുറത്ത്, അതിന് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പുറത്ത് കൊടുത്തേ കോൺസ്റ്റ് സെല്ല് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുക്കുക? വർക്ക് ഷീറ്റ്, അതായത് ഷീറ്റാണോ വർക്ക് ഷീറ്റാണോ? ഓക്കെ, വർക്ക് ഷീറ്റ്. ആ ഷീറ്റാണ് നമ്മൾ കൊടുക്കുന്നത്, ഷീറ്റിനകത്ത് നിന്ന്. ഓക്കെ, വർക്ക് ഷീറ്റ് ഡോട്ട് ഗെറ്റ് സെൽ മെത്തേഡ് ഉണ്ട്. ഗെറ്റ് സെൽ അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? റോ നമ്പറും കോളം നമ്പറും പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമുക്ക് റോ നമ്പറും കോളം നമ്പറും അറിയാം. സിറ്റി എന്നുള്ളതിൻ്റെ 2 ആണെന്ന്. അപ്പം അത് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്തേ 2. ഓക്കെ, ഈ 2 ആണെന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? പറഞ്ഞു കൊടുത്തു. ഇനി എന്ത് വേണം? ഇപ്പം 2-നകത്തുള്ള വാല്യൂ കിട്ടി. ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ചേടാ, വാല്യൂ കിട്ടുന്നു. ഇവിടെ നമ്മൾ ആദ്യം റോ കോമ കോളം അങ്ങനെയാണോ ഫോർമാറ്റ് വരിക? റോ കോമ കോളം. അതായത് ആ ഗെറ്റ് സെല്ലിനെ ഒന്ന് ഓവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കാണും അതിൻ്റെ പാരാമീറ്റേഴ്സ് വരുന്നത്. കണ്ടോ? നമ്പേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. അത് റോയും ആറും സിയും, റോയും കോളും ആണ് എടുക്കുന്നത്. മനസ്സിലായോ? ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കണോ നിഷ? ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ സെല്ലിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. console.log സെല്ല്. സെല്ല് ഓൾറെഡി ഡിക്ലയർഡ്. സെല്ല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മീൻസ് അതിനകത്ത് ഒരു മിനിറ്റ്. അപ്പം എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. സെല്ലിന് പകരം ഒരു വേരിയബിൾ നെയിം കൊടുത്ത് സീന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം കൊടുത്ത് ജേസൺ ഫയൽ അത് സെല്ലെന്ന് കൊടുത്തേടാ. സെല്ല് കോൺസ്റ്റ് സെല്ലെന്ന് കൊടുക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? വർക്ക്ഷീറ്റ് ഡോട്ട്
സെല്ല്, അതായത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണ്ട. വർക്ക്ഷീറ്റ് ഡോട്ട് ഗെറ്റ് സെല്ല് എന്ന് ജസ്റ്റ് ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഓക്കെ, അതിന് ഇനി വേരിയബിളിലേക്ക് കൊടുക്കണ്ട അതിന്റെ സെല്ലിനകത്തുള്ള വാല്യൂ. ഇനി ഈ ഇതിന്റെ വർക്ക് കൺസോൾ ഡോട്ട് ഷീറ്റ് എന്ന് ലോഗിൽ പറഞ്ഞാൽ എന്താ? വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇത്. വർക്ക്ഷീറ്റ് അല്ല, അത് നമ്മൾ കൊടുത്ത വേരിയബിൾ നെയിമാ. ഇവിടെ ശ്രീജ്യോതി ഷീറ്റിന് പകരം വർക്ക്ഷീറ്റ് എന്നാ ആ കൊടുത്തേക്കുന്നത്. ഓക്കെ. അത് ജസ്റ്റ് ഇതിനെ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യിപ്പിച്ചാലും മതി. അല്ല, ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ചേ. സേവ് ആയില്ല. 2 വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോ നമ്പറും കോളം നമ്പറും ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ, 2 2 അല്ലെങ്കിൽ 2 3 അങ്ങനെ ഈ റോ നമ്പറും കോളം നമ്പറും നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ റോ നമ്പറും അപ്ഡേറ്റ് ചെയ്യണം നമുക്ക് വാല്യൂ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ റോ നമ്പറും കോളം നമ്പറും ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് എവിടെ ഇഫിനകം, അതായത് ഇതിനകത്ത് വർക്ക്ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് കൊടുക്കുക ലെറ്റ്, ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക. ലെറ്റ് മുകളിൽ കൊടുക്കണം. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ കൊടുക്കുക വർക്ക്ഷീറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ലൂപ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വേണ്ട ഫംഗ്ഷൻ്റെ പുറത്ത് കൊടുത്ത് ഏറ്റവും ഗ്ലോബൽ ആയിട്ട് എടുക്കാം. ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെറ്റ് ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, അതായത് ഒരു ഒബ്ജക്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്യാണ് ഔട്ട്പുട്ട്. അതായത് റോയിനെയും റോയും കോളും ഒരൊറ്റ ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിം വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ റോ നമ്പറും കോളം നമ്പറും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിളിലേക്ക് കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം ഒബ്ജക്റ്റ് നെയിം. ജസ്റ്റ് ലെറ്റ് ഔട്ട്പുട്ട് എന്നോ അല്ലെങ്കിൽ റോ കോളം ജസ്റ്റ് ഔട്ട്പുട്ട് എന്ന് കൊടുത്തോ. എന്നിട്ട് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഔട്ട്പുട്ട് ഈക്വൽ ടു കേളി ബ്രേസസ്. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, റോയും കോളവും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ എക്സൽ ഷീറ്റിനകത്ത് മൈനസ് വാല്യൂവിൽ എന്തായാലും റോയും കോളും ഉണ്ടാവില്ല. 0 to ഒരു റേഞ്ച് വരെയാണ് എന്തുണ്ടാവുള്ളൂ, എക്സൽ ഷീറ്റിനകത്ത് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഫസ്റ്റ് റോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തേടാ, റോ കോളൻ റോ കീ വാല്യൂ പെയറിൽ കൊടുക്കുക വാല്യൂ, റോ കോളൻ എന്ത് ചെയ്തു -1 എന്ന് കൊടുത്തു. അതായത് -1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം ആദ്യം. അത് പറഞ്ഞുതരാം എന്തിനാ -1 കൊടുക്കണേന്ന്. അത് കഴിഞ്ഞ് കോമ, ഇതുപോലെ തന്നെ കോളം കോമ കോളം കോളം ഇട്ട് കൊടുത്താൽ മതി, റോ കോളം നമ്പറിനോ റോന്നോ കോളന്നോ എന്ത് വേണേലും ഈ റോ കൊടുത്ത പോലെ തന്നെ ഒരു കോളം നമ്പർ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ഇത് ചെയ്തിട്ടില്ലേ. ഓക്കെ, അത് തന്നെ കോളം നമ്പർ ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുത്തു, -1. ഓക്കെ, ഇത് ഈ ഒബ്ജക്റ്റിൻ്റെ അകത്താണ്. ഇനി നമുക്ക് റോ നമ്പറും കോളം നമ്പറും കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യണം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ വർക്ക്ഷീറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ 2 2 എന്ന് പറഞ്ഞു കൊടുത്തതിന് പകരം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം ഗെറ്റ്. അതിന് പകരം 2 2ന് പകരം എനിക്കിപ്പോൾ റോ കിട്ടണമെങ്കിൽ എന്ത് വേണം, ഔട്ട്പുട്ട് ഡോട്ട് റോ കോൾ ചെയ്യാം. നമ്മളിത് കൺസോൾ ചെയ്ത് ഓൾറെഡി പ്രിന്റ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഔട്ട്പുട്ട് ഡോട്ട് റോ കോമ അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡോട്ട് കോളം. ഇങ്ങനെ ഔട്ട്പുട്ട് ഡോട്ട് റോ ഔട്ട്പുട്ട് ഡോട്ട് കോളം എന്ന് വിളിക്കാൻ കാരണം ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനകത്തുള്ള കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് നെയിം ഡോട്ട് പ്രോപ്പർട്ടി. കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ അതിനെ കോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ, അതായത് ഈ റോ നമ്പറിലേക്ക് വന്നേക്കുന്നതും റോ നമ്പറും കോളം നമ്പറും എവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്, ഇഫിനൊക്കെ പുറത്ത് ഗ്ലോബലായിട്ടാണ് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് വരുന്ന വാല്യൂവിനെ നമുക്ക് എന്തിനകത്തേക്ക് കൊടുക്കണം, ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന റോ നമ്പറിലേക്കും കോളം നമ്പറിലേക്കും അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇഫിനകത്തേക്ക് കയറിയ ഇഫിനകത്ത് ഓക്കെ, എന്നിട്ട് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക ഔട്ട്പുട്ട് ഡോട്ട് റോ ഈക്വൽ ടു, അതായത് ഔട്ട്പുട്ട് ഡോട്ട് റോയിലേക്ക് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് റോയാ വേണ്ട, ഇപ്പോൾ ഉള്ള റോ നമ്പർ എനിക്ക് വേണം. അപ്പോൾ എന്താ കൊടുക്കുക,
ഈക്വൽ ടു റോ നമ്പർ. കണ്ടോ, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡോട്ട് കോളം നമ്പർ ഈക്വൽ ടു കോളം ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുക്കുക, കോളം നമ്പർ. സെയിം ഈ വാല്യൂ. ഇപ്പം നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് വരുന്നില്ല ഒരു റോ നമ്പറും കോളം നമ്പറും. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കോൾ ചെയ്താൽ ഔട്ട്പുട്ട് ഡോട്ട് റോ കോമ ഔട്ട്പുട്ട് ഡോട്ട് കോളം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹാർഡ് കോഡ് ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു, കിട്ടിയതിനെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനകത്തേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ചേഞ്ച് ആയിട്ടില്ല എന്ന് വിചാരിക്കും, റോ നമ്പറും കോളം നമ്പറും. ഔട്ട്പുട്ട് ഡോട്ട് റോ ഇപ്പോഴും -1 തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇഫിനകത്തേക്ക് കയറിയിട്ടില്ല, സിറ്റി എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ -1 തന്നെ ആയിരിക്കും. -1 ചേഞ്ച് ആവുന്ന കേസ് എപ്പോഴാണ്, ഈ സിറ്റി എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ഫൈൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് -1 0യോ 1ഓ 2ഓ അങ്ങനെ എന്തെങ്കിലും വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതെന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ. റോയും കോളും ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അതാ കൊടുത്തേക്കുന്ന ഔട്ട്പുട്ട് ഡോട്ട് റോയും ഔട്ട്പുട്ട് ഡോട്ട് കോളം. അതിനെ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ അതിനെ കൺസോൾ ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, പാസ് ചെയ്ത് കൊടുത്തു ഗെറ്റ് സെല്ലിനകത്തും. ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് ഗെറ്റ് സെല്ലിന് ഇവിടെ ഇഫിന് മുമ്പ് കൊടുത്ത വേറെ വാല്യൂ ആയിരിക്കും അല്ലേ? ഇഫിന് മുന്നേ ഏതാടാ, മനസ്സിലായില്ല. ഇഫിന് മുമ്പേ അതിനകത്തല്ല, ഇഫിനകത്തല്ല നമ്മൾ ഇഫിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഇഫിന് മുന്നേ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യും, മൈനസ് വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇഫിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അകത്തോട്ട് കയറിയിട്ടില്ല, അകത്തേക്ക് കയറിയിട്ടില്ല. അതെന്താ നോക്കാം നമുക്ക്. -1 അതായത് അകത്തേക്ക് കയറുന്നില്ല. -1 അതുണ്ടോ, അതിന്റെ റേഞ്ച് കണ്ടോടാ, 1 to 16384 ഈ ഒരു റേഞ്ചിനകത്ത് എന്തുള്ളൂ, കോളംസ് ഉള്ളൂ. പക്ഷെ എന്താണ്, കോളം ഫൈൻഡ് ചെയ്തേക്കുന്നത് -1 ആ, കോളം ചേഞ്ച് ആയിട്ടില്ല. അപ്പൊ ഇത് എവിടെ എറർ വന്നേക്കും. ബാക്കി രണ്ടു പേർക്ക് എന്തായി, മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് ഓക്കെ ആയി. പക്ഷെ അപ്പൊ നമുക്ക് ആ ഗെറ്റ് സെല്ലിന്റെ ആവശ്യമില്ലല്ലോ, ഗെറ്റ് സെല്ല് ഇപ്പൊ ആവശ്യമില്ല. ഗെറ്റ് സെല്ല് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തിടാ. ഗെറ്റ് സെല്ല് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. നമുക്ക് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ എല്ലാം കൂടെ സമയമില്ല. ഗെറ്റ് സെല്ല് ഒന്ന് അപ്ഡേറ്റ് കമന്റ് ചെയ്തിട്ട് അതൊന്ന് കമന്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് ഗെറ്റ് സെല്ല് നമുക്ക് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അത് ലൂപ്പിനകത്ത് തന്നെയല്ലേ പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. എല്ലാം കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ ലൂപ്പിനകത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാ ലൂപ്പിന് പുറത്തേക്ക് കൊടുത്തേടാ. ഒരു ബ്രേക്ക് കൊടുത്താൽ മതിയോ? അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കൊടുത്താലും മതി. വാല്യൂ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക്. ഇഫ് ഇല്ല, ഇത് ലൂപ്പിന് പുറത്ത് കൊടുത്താൽ മതിയടാ. ലൂപ്പിന് പുറത്ത് കൊടുത്താൽ മതി. കൺസോൾ ഡോട്ട് ലോഗ് ഔട്ട്പുട്ട് ഡോട്ട് അത് ലൂപ്പിന് പുറത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ഓക്കെ, ലൂപ്പിനകത്ത് തന്നെ കൊടുത്തോണ്ടാ. അത് Ctrl+C ചെയ്തോ, ടെർമിനല് Ctrl+C ചെയ്യും ക്വിറ്റ് ചെയ്യാൻ വേണ്ടി. ഇല്ല, വീണ്ടും സെയിം ഇഷ്യൂ ആണോ വന്നേക്കുന്നത്? ഇത് മുകളിൽ കൊടുത്തിട്ടില്ലടാ ലൂപ്പ്, അതായത് ഫോർ ഈച്ചിന്റെ ലൂപ്പിന്. അതൊന്ന് കമന്റ് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിട്ടില്ല. അതായത് ഇഫ് ലൂപ്പിനകത്തേക്ക് കയറുന്നതിന് മുന്നേ, ഇഫിനകത്ത് കൊടുത്തതല്ല പ്രശ്നം ലൂപ്പാവുന്നത്. ഇഫിനകത്ത് കൊടുത്താൽ ലൂപ്പാവില്ലല്ലോ. അത് കമന്റ് ചെയ്തിടും. എന്നിട്ട് ഇത് വീണ്ടും ഇഫിനകത്തേക്ക് തന്നെ കയറ്റിട്ടോ. ഫോർ ലൂപ്പിനകത്ത് കൊടുത്തതാ വീണ്ടും വീണ്ടും ലൂപ്പായി വരിക. ഓക്കെ, ഇപ്പൊ വർക്കാവും. ഓക്കെ, ആദ്യം നമുക്ക് -1 തന്നെ കിട്ടി. അത് കിട്ടുന്നത് വരെ എന്തായി, ലൂപ്പായിട്ട് -1 തന്നെ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ലൂപ്പിനകത്ത് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഫോർ വർക്ക്ഷീറ്റ് ഡോട്ട് ഈച്ച് റോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, റോ ഡോട്ട് ഈച്ച് സെല്ല്. ഇത് ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനകത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ലൂപ്പിനകത്ത് തന്നെ കൊടുത്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വന്നത്. ഇപ്പം നമുക്ക് വീണ്ടും നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ വാല്യൂ
ഇതും കിട്ടി. ഔട്ട്പുട്ട് ഡോട്ട് റോ പ്രിന്റ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ കിട്ടി. ഓക്കെ, ഓക്കെ, അവിടെ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. -1 ആണ്. അതിന് മുന്നേ കയറുന്നതിന് മുന്നേ -1 ആണ്. കയറി കഴിഞ്ഞ് വാല്യൂ കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ സിറ്റിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? വേറെ വാല്യൂസ് വെച്ചിട്ട് അതിൻ്റെ റോയും കോളൊക്കെ ഗെറ്റ് ചെയ്തെടുത്ത് നോക്കാം. ഇത്രയും മനസ്സിലായോ? അടുത്തത് മനസ്സിലായോ? ആയിരിക്കും ഓക്കെ ആണോ? ഓക്കെ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്കിനി വാല്യൂ അപ്ഡേറ്റ് ചെയ്യണതാണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും കൂടെ നോക്കാം. ഇതിപ്പോൾ ഓരോന്നോരോന്നായി ചെയ്യാൻ എറർ വരും. എറർ സോൾവ് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് പോകുന്നത്. സംഭവം ഇത് സിമ്പിളാണ്. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.